അപ്പോൾ നമുക്ക് രാത്രിയിലെ കാഴ്ചകളിലേക്ക് കിടക്കുക അല്ലേ. അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് രാത്രിയിലെ കാഴ്ച. കണ്ട പക്കപ്പൊളിയാണ്. ഫ്രണ്ടിലെ ആ നാടൻ മുതൽ അങ്ങോട്ടങ്ങ് അലങ്കരിച്ചു. പിന്നെ ശിവൻ ടെമ്പിളാണല്ലേ, അവിടെയൊക്കെ പക്കപ്പൊളിയാക്കി. അപ്പോൾ നമുക്ക് ചുറ്റുവിളക്ക് കാഴ്ച കാണാമല്ലേ. ഇപ്പോൾ ചുറ്റുവിളക്കത്തിലെല്ലാം കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് കണ്ട് അലങ്കരിച്ച് സെറ്റാക്കി. പിന്നെ ഇവിടെയാണ് ഇപ്പോൾ പരിപാടി നടക്കുന്നത്. എന്നുവെച്ചാൽ വായനയൊക്കെ മരത്തിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാണ്. നേരിട്ട് കാണും പക്കപ്പൊളിയായിരിക്കും. കാരണം നേരിട്ട് കണ്ട നല്ല കാടും പച്ച പക്കപ്പൊളിയാണ്. പിന്നെ നവരാത്രിയാണ്. പിന്നെ ഇവിടെ വായനക്കാരൊന്നുമില്ല, ഇപ്പോൾ അവിടെ കാര്യമാണ്. മീനപ്പണിക്ക് ഇവിടെ വായന കേട്ടോ. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പോകാം അല്ലേ. അതിന് മുമ്പായിട്ട് ഞാൻ ഇത് പറയാം. അപ്പോൾ ഇവിടെ തൊട്ട് നമുക്ക് ചുറ്റുവിളക്ക് കത്തി അങ്ങ് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. അപ്പം അങ്ങനെ നമുക്ക് ചുറ്റുവിളക്ക് അങ്ങോട്ട് കണ്ടിരിക്കാം അല്ലേ. ഇതാണ് ചുറ്റുവിളക്ക് കത്തിയാൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കത്തിച്ച് പോയി കാണാൻ നല്ല രസമായിരിക്കും. അത് സന്ധ്യ സമയത്ത് ഒരു 6:30 ആകുമ്പോൾ കത്തിക്കുമല്ലോ. കത്തിച്ചല്ല നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ പക്ക പൊളിയായിരിക്കും. ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഇടാം. ഇപ്പം നവരാത്രി അല്ലേ, അങ്ങനെ നവരാത്രി ഉത്സവം പൊടി പൊളിക്കുകയാണ് അല്ലേ. പക്ക പൊളിയാണ്. മീനഭരണി കണ്ടല്ലോ, ലൈറ്റൊക്കെ ഇട്ട് ഇതിനും പക്ക പൊളിയായിരിക്കും. മീനഭരണിക്ക് പാട്ടും മേളും ഒക്കെ പക്ക അടിപൊളിയാണ്. എല്ലാം കൊണ്ട് സൂപ്പർ അല്ലേ. നഗമയോടൊക്കെ മാലിട്ടറുണ്ട്. പിന്നെ ഇതാണ് പടിഞ്ഞാറ് നട. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ഇപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ ഫോട്ടോ എടുക്കും പക്ക പൊളിയല്ലേ. ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഇവിടെല്ലാം ഇങ്ങനെ ചുറ്റുവിളക്ക് കത്തിച്ച് നല്ല രസമല്ലേ. പ്രത്യേകിച്ച് ചുറ്റുവിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ പാട്ടിടണം. പാട്ടിട്ടിട്ട് ആ വീഡിയോ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതാണ് അപ്പൂപ്പൻ നട. അപ്പൂപ്പൻ എന്താ എനിക്കറിയില്ല, പണ്ടുള്ള ആൾക്കാർ പറഞ്ഞത്. എന്നാൽ ശിവൻ്റെ അമ്പലത്തിൻ്റെ അവിടെ എല്ലാം നല്ല സെറ്റാക്കി. ഇതാണ് ഉള്ള. പിന്നെ അങ്ങനെ എന്താ പറയുക, പൊളിക്കല്ലേ. ഇതാണ് അമ്പലത്തിലെ പൂജാരി. ഞങ്ങൾ പോയി. ഇപ്പോൾ ചുറ്റുവിളക്കത്തിലെല്ലാം കഴിഞ്ഞു. പിന്നെ വായനയെല്ലാം കഴിഞ്ഞു. പിന്നെന്താ പറയുക, ഇപ്പോൾ ചുറ്റുവിളക്കാൻ പറ്റിയ അല്ലേ. അപ്പം അങ്ങനെ അപ്പുറം തൊട്ട് ഇവിടെ വരെ ഇവിടെ എല്ലാം കാണിക്കാം. ഇവിടെ അങ്ങേറ്റം വരെ ഉണ്ടല്ലോ, പൊളിയായി. അപ്പോൾ അതെല്ലാം മൊത്തം ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച്. പിന്നെ ഞങ്ങളുണ്ട് ഇവിടെയാണ് വിശ്രമിക്കുന്നത്, എൻ്റെ ആലിൻ്റെ അവിടെ. പിന്നെ ഇവിടെ ഇവിടെ വരെയാണ് ചുറ്റുവിളക്ക് കത്തിക്കുന്നത്. മൊത്തം അല്ലെങ്കിൽ സെറ്റായി. ഇതാണെങ്കിൽ ശിവൻ അമ്പലമാണ്. അപ്പോൾ നേരത്തെ ഇവിടെ ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ശിവൻ അമ്പലം നട. കണ്ടല്ലോ, ഇവിടെ എല്ലാം അലങ്കരിച്ചാൽ പക്ക പൊളിയല്ലേ, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് പള്ളിമുക്ക് ദേവീക്ഷേത്രത്തിന്. ഓം നമ ശിവായ. അമ്മേ നാരായണ ദേവി നാരായണ അല്ലേ. പക്ക പൊളിയാണ്, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഗൈസ്. എന്താ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയില്ലേ പാട്ടൊക്കെ ഇട്ട് അങ്ങ് പൊളിക്കുക. അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്, പള്ളിമുഖം ദേശം മൊത്തം ഒരു റിമൈൻഡ് വീഡിയോ. അത് കണ്ട പക്ക പൊളിയായിരിക്കും. അപ്പോൾ ഞാൻ അത് ഇടുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന നിങ്ങൾക്ക് സ്റ്റേജിൻ്റെ കാഴ്ച കാണല്ലേ, മുമ്പേ കണ്ടിരുന്നു എങ്കിലും. അപ്പോൾ ഇതുപോലാണ് മീനഭരണിക്കൊക്കെ എന്താ ലൈറ്റൊക്കെ സെറ്റാക്കി. പിന്നെ ശിവൻ്റെ അവിടെ എല്ലാം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ശിവൻ നാടൊക്കെ നല്ല അടിപൊളിയാണ്. മലയൊക്കെ ഇട്ട് അലങ്കരിച്ച്. ഇതാണ് ആൾട്ടറ്. ഞങ്ങൾ ഉത്സവത്തിനൊക്കെ വന്നിരിക്കുന്ന ഇവിടാണ്. ഇവിടെ ഞങ്ങൾ വിശ്രമിക്കും. എല്ലാം കൊണ്ടും പക്ക പൊളി അല്ലേ. പിന്നെ ബാലോത്സവത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേജിൻ്റെ അവിടെ പണിയല്ല സോറി ഇത് ഇപ്പോൾ അവിടെ വായന കഴിഞ്ഞു. അവിടെ കുറച്ച് മുമ്പ് വരെ നല്ല വായനയായിരുന്നു, ഞാൻ കാണിക്കാം. അതുകൊണ്ട് ഇപ്പോൾ വായനയെല്ലാം കഴിഞ്ഞു കേസ്. ഈ മീനഭരണി കൊണ്ടല്ലേ പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ. ഇത് ഞങ്ങളുടെ സ്റ്റേജ്. രാത്രി ഇങ്ങനെ ആയിരിക്കും, പക്ക പൊളിയായിരിക്കും കാണാൻ. അതുപോലെ രസമാണ്.
അപ്പോൾ പ്രത്യേകിച്ച് ഈ കളർ മാറ്റം കണ്ടില്ലേ, അത് തന്നെ കാണാൻ പക്കപ്പൊളിയായിരിക്കും. പിന്നെ ആ മീനപ്പണി ആകുമ്പോൾ നീല കാട്ടാണ് നടുക്കത്തെ ചുവന്ന കാട്ടിനെ കിട്ടി വരുമ്പോൾ അങ്ങനെയാണ് പള്ളിമക്കം ദേവീക്ഷേത്രത്തിലെ അമ്പലത്തിലെ കാഴ്ചകൾ അല്ലേ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യൂ, ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എന്നും കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.